എനിക്ക് ശരിക്കും ദേഷ്യം വരെ നോണ പറയുമ്പോഴാണ്. കാരണം ഞാൻ അവരുടെ അടുത്ത് പറയാം, നിങ്ങൾ ഒരാളെ തല്ലി കൊന്നിട്ട് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മ എന്നെ ബൈ മിസ്റ്റേക്ക് എനിക്ക് അങ്ങനെ ഒരു സംഭവം വന്നു എന്ന് പറഞ്ഞാൽ പോലും ഞാൻ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെ വേണമെങ്കിൽ വരും. പക്ഷെ എൻ്റെ അടുത്ത് നോണ പറഞ്ഞ ഭയങ്കര അഡിഷൻ എനിക്കത്. നോണ പറയണ ആളുകളെ ഞാൻ പിന്നെ വെച്ചോണ്ടിരിക്കില്ല. എനിക്ക് ഏറ്റവും അതിപ്പോഴും പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരാം. നോണ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും വെച്ച് പൊറിപ്പിക്കാതെ, കാരണം ഞാൻ നോണ പറയാറില്ല. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ശരി ചെയ്തു, ഈ തെറ്റ് ശരി എന്ന് പറയുന്ന സംഭവം തന്നെ ആപേക്ഷികമാണ്. അതുപോലും വളരെ പബ്ലിക്കിൽ വിളിച്ചു പറയാൻ ഭയങ്കര കരുത്തുള്ള ഒരാളാണ് ഞാൻ. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണെന്ന് പറയാൻ ഞാൻ ആരെ ഭയക്കണം? മാധവിക്കുട്ടി പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണത്. ഞാൻ കുറെ സംസാരിച്ചോണ്ടിരിക്കും, ഇടയ്ക്ക് മെഹർ ചോദിച്ചില്ലെങ്കിൽ മെഹർ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് കുറച്ച് മെഹറിന് സംശയം തോന്നും, അല്ല അപ്പൊ ഞാൻ എന്തിനാ അവിടെ ഇരിക്കണേ, ഞാൻ അല്ല പിന്നെ ടീച്ചർക്ക് തന്നെ അപ്പൊ ഇടയിലിടയിൽ കുട്ടി ഒരു ചോദ്യം ചോദിക്കാം. ഹസ്ബൻഡ് എത്രത്തോളം സപ്പോർട്ടീവ് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്? അദ്ദേഹം ഞാനും തമ്മിൽ, സാബു എന്നാണ് പേര്, ആള് തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്, ജ്വല്ലറിയിലാണ്. അപ്പൊ ഞാനും സാബും തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഞാൻ 44, ആൾക്ക് 54. അപ്പൊ ശരിക്കും ഒരു പഴയ ഒരു ചിന്താഗതി, അതായത് ഒരു പക്ക ഒരു സാധാ ഒരു മലയാളി ആറ്റിറ്റ്യൂഡ് ആണ് ആളുടെ. അത് സാധാ മലയാളി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ജനിക്കുന്നു, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ച് ജീവിക്കുന്നു, മരിക്കുന്നു. അതാണ് ഒരു സാധാ മലയാളി ആറ്റിറ്റ്യൂഡ്. അതാണ് ആള്. അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, മറ്റുള്ളവർ ഇപ്പൊ ഞങ്ങള് ഒന്നിച്ചൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ പോലും ഞാനിങ്ങനെ ഭയങ്കര അങ്ങനെ ചിരിക്കും. മറ്റേ പഴയ നാടകത്തിലൊക്കെ ആൾക്കാർ ചിരിക്കുന്നത് അങ്ങനത്തെ ചിരിയൊക്കെ ചിരിക്കും. എന്നോട് പറയും ഒച്ചിട്ട് സംസാരിക്കല്ലോ, ഒച്ചിട്ട് ചിരിക്കല്ല, ആൾക്കാർ ശ്രദ്ധിക്കും. ഞാൻ ചോദിക്കും നീ നാട്ടുകാർ ചെലവിലൊന്നല്ലോ നമ്മൾ ജീവിക്കണേ, നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഫ്രീ ആയി, അതായത് എപ്പോഴും ഓൾവേസ് കോൺഷ്യസ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ ആളെ സംബന്ധിച്ച് എനിക്കിതൊക്കെ ചെയ്യാം, പക്ഷെ ആൾക്ക് ആളുടെ വഴി, എനിക്ക് എന്റെ വഴി എന്നുള്ളൊരു രീതിയാണ്. ഞാനിതിന് പോകുന്നതിനോടൊന്നും ആൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ആളെ ഒരിക്കലും പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ ഇവിടെ തൊട്ടപ്പുറത്ത് സാബുവിനെ കൊണ്ട് ഇരുത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും ആള് വരില്ല. അപ്പൊ അങ്ങനെ, അതായത് എനിക്ക് എന്റെ വഴി, ആൾക്ക് ആളുടെ വഴി എന്നുള്ള ഒരു രീതിയാണ്. അപ്പൊ ഇപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് പറഞ്ഞല്ലോ. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ കേൾക്കുന്നതാണ്, പ്ലസ് 2 വരെ ഒന്നും ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു, ഹോസ്റ്റലിൽ പോയിട്ട് ആ പിള്ളേരെ കൂട്ടുകൂട്ടാണ് നശിച്ചു പോകുന്നത്. ആ പറഞ്ഞതിനോട് ടീച്ചർ യോജിക്കും? പിയർ ഗ്രൂപ്പ് ഡെഫിനറ്റ്ലി നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ അതൊരു തർക്കമില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും കാലം നമ്മളുടെ ഒരു സംരക്ഷണയിൽ കഴിയുന്ന കുട്ടികളായിരിക്കും. പക്ഷെ ഹോസ്റ്റലിൽ പോയി കഴിയുമ്പോൾ അവരെ നശിപ്പിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. ഈ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോ, ഞാൻ ഭയങ്കര ഒരു കട്ട ലാലേട്ടൻ ഫാനാണ്. പവിത്രം എന്ന് പറഞ്ഞൊരു മൂവി പണ്ടത്തെ, അതിൽ ബിന്ദുജ മേനോൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. അവര് പഴയ നാടൻ സ്റ്റൈലിൽ വളർന്നു വന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ സിനിമയില് ബിന്ദുജ മേനോൻ കുറെ നാളുകൾക്ക് ശേഷം ഹോസ്റ്റൽ ലൈഫിലേക്ക് പോവാണ്. അപ്പൊ അത്ര കാലം ഒരു നാടൻ രീതിയിൽ വളർന്നു വന്ന ആ കുട്ടീനെ ഹോസ്റ്റലിൽ നശിപ്പിക്കാനായിട്ട് കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അതായത് സെയിം പിയർ ഗ്രൂപ്പ് നശിപ്പിക്കുന്ന ഒരു രീതി, അത് സത്യം തന്നെയാണ്. നമ്മളെ ഡെയിലി ഒരാള് കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കി തരുമ്പോ, കാരണം ആ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഫ്ലെക്സിബിൾ ആവുന്നു. ഇപ്പൊ സിമെന്റ് ഒക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ, സിമെന്റ് ഇട്ട സ്ഥലത്ത് നമ്മളിങ്ങനെ നടക്കാന്ന് വിചാരിക്കും, ഉണങ്ങണേക്കാൾ മുമ്പ് എന്താ ഉണ്ടാവുക, പെട്ടെന്ന് ഇതാവും, നമ്മുടെ കാലിന്റെ പാടുകൾ അവിടെ വരും. അതുപോലെയാണ്. അതായത് അവര് ഓൾറെഡി എന്താ പറയാ, അവരൊന്നും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടില്ല. ഇപ്പൊ ടീനേജേഴ്സ് എന്നൊക്കെ പറഞ്ഞു, അപ്പൊ അവരെ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവരിലേക്ക് എത്തിക്കുന്ന പോയിന്റുകളെല്ലാം സത്യമാണെന്ന് വിചാരിച്ചിട്ട് അവർ ആ ഒരു ട്രാക്കിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ വീക്കെൻഡിലൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴാണെങ്കിലും നമ്മൾ അവരുടെ അടുത്ത് ആ ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കുക. മീൻസ് അവിടെ ഉണ്ടായ ഇഷ്യൂ ആണ്, ഇപ്പൊ ഒരു കഞ്ചാവ് അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ ഇപ്പൊ അധികം, മയക്കുമരുന്ന് പോലെയുള്ള സംഭവങ്ങൾ. അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ചിലപ്പോൾ 1-2 പ്രാവശ്യം അവർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പറയാൻ ധൈര്യം കാണിക്കുകയാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് അടിച്ച് തമ്പോറാക്കല്ല വേണ്ടത്, പറയാ ഇന്നതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ ചേർത്ത് പിടിക്കലാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അടിക്കാൻ ആർക്കും പറ്റും, അടിക്കാണ്ട് നമ്മളെ ചേർത്ത് നിർത്താന്ന് പറയുന്നത് അത് വളരെ അപൂർവ ആളുകൾക്ക് മാത്രം പറ്റും. കാരണം ഈ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയിട്ടുള്ള മക്കളില്ലേ, അവരാണ് ഏറ്റവും കൂടുതൽ കുരുത്തക്കേടിനും എല്ലാ കാര്യങ്ങളും. ഞാനൊക്കെ അങ്ങനെയാണ്, എന്നെ സ്ട്രിക്റ്റ് ആയി വളർത്തിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സത്യം. കാരണം ഞാൻ പറയുകയാണെങ്കിലേ നമുക്ക് എപ്പോഴും ഒരു വേലി നമ്മുടെ ചുറ്റും കെട്ടുമ്പോഴാണ് ആ വേലി ബ്രേക്ക് ചെയ്യണം എന്നുള്ളത്. അല്ലെ, വേലി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ഇവിടെ ഒരു ബോക്സ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പൊളിച്ചപ്പുറത്തേക്ക് പോകും. അപ്പൊ എന്നെ എത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട്, അപ്പൊ ഇപ്പോഴും അമ്മ പറയും അങ്ങനെയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയ കാരണം നീ ഇങ്ങനെയെങ്കിലാണെന്ന്, ഒക്കെ വെറുതെ തോന്നുക. നമുക്ക് എന്താണോ കിട്ടില്ല എന്ന് തോന്നുന്നത് അത് കിട്ടാനുള്ള ആഗ്രഹം നമുക്ക് കൂടുതലായിരിക്കും. ഇപ്പൊ ഞാൻ പഠിച്ചത് മുഴുവൻ കോൺവെന്റ് സ്കൂളിലാണ്, മുഴുവൻ ഗേൾസ് ഓൺലിയിലാണ് പഠിച്ചത്. അപ്പൊ ഈ ഗേൾസ് ഓൺലിയിൽ മാത്രം പഠിക്കുന്ന കുട്ടികൾക്കാണ് എപ്പോഴും ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ അവർക്ക് മറ്റേ സെക്സിലുള്ള ആളുകളുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അറിയില്ല. അപ്പൊ ഞാൻ എന്താ പറയാ, 10ാം ക്ലാസ് വരെ ഹോളി ഫാമിലി സ്കൂളിലാണ് പഠിച്ചത്.
മുഴുവൻ തൃശ്ശൂർ തന്നെയാണ് കേട്ടോ. പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് സെന്റ് മേരീസില്, ഡിഗ്രിക്ക് പഠിച്ചത് വിമലയിൽ. അപ്പൊ ഈ ഒക്കെ പഠിച്ചത് അവിടെ മുഴുവൻ പെൺപിള്ളേരെ കാണണേ. അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൺപിള്ളേരെ ബോയ്സിനെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. എന്തോ 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 ആ ഒരു ബട്ടർഫ്ലൈ ഫീലിംഗ് ഉണ്ടല്ലോ, അത് 24 മണിക്കൂർ ഉണ്ടാവും. ഈ ബട്ടർഫ്ലൈ എപ്പോഴും പറഞ്ഞ ഭയങ്കര പ്രശ്നമാണ്. അതേസമയം മിക്സഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാവുമ്പോ ആ ഒരു ഇഷ്യൂ ഉണ്ടാവും. കണ്ട് ആൺപിള്ളേരെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചൊരു പ്രത്യേക ഒരു ജീവിയൊന്നും അല്ല. അതേസമയം ഈ കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് എപ്പോഴും ഫ്രസ്ട്രേഷൻസ്. അപ്പുറത്ത് ഇപ്പുറത്തിന് കൈയും കലാശം കാണിക്കുന്ന ആളുകൾക്കൊക്കെ ഈ കോൺവെന്റ് സ്കൂളിലുള്ള ആരുടെ കയ്യിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. മാർഷലിനും കിട്ടിയില്ല, അരുണും കണ്ടില്ല. എന്തിനാണ് ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കണ്ടിന്യൂ. പണ്ടൊക്കെ പിന്നെ നമ്മൾ ഈ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക് ജീവിതം തീർന്നു അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കൂടുതൽ ആൾക്കാർ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിപ്പോ ഒരു കോമൺ കാര്യമായി. ഡിവോഴ്സ് എന്ന് പറയുന്നത് വലിയ ആണത്തല കേസൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് പക്ഷെ പണ്ടത്തെ സംഭവം അതിപ്പോഴും ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു ദിവസം എന്തെങ്കിലും തല്ലുകൂടിയിട്ട് പെൺകുട്ടി വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ നാട്ടിൻപുറത്തൊക്കെ ഉള്ള സിസ്റ്റത്തില്, ഫ്ലാറ്റിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. നാട്ടിൻപുറത്തുള്ള ആൾക്കാരൊക്കെ കുറെ ദിവസമായില്ലോ മോള് ഇവിടെ നിൽക്കണു, മോളിന് തിരിച്ചു പോണില്ലേ എന്ന് ചോദിക്കുന്ന കുറെ ഇങ്ങനെ കാര്യന്വേഷണ ടീം ഉണ്ടല്ലോ. കാര്യന്വേഷണ ടീം അവരെ കൊണ്ടാണ് വല്ലാത്ത തൊയിരക്കേട്. നമ്മുടെ അപ്പനും അമ്മയ്ക്ക് ഉണ്ടാവില്ല അത്ര ബുദ്ധിമുട്ട്. എന്നിട്ട് ഇപ്പൊ ഈ വിസ്മയുടെ പോലത്തെ ആൾക്കാർ ആരെങ്കിലും ഒക്കെ മരിച്ചു കഴിയുമ്പോ പിന്നെ കുറെ #, വിസ്മയ, അയ്യോ. അതിന്റെ അടിയിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് കമന്റ് എന്താണെന്നറിയോ? ആ പെൺകുട്ടീനെ എനിക്ക് തരാമായിരുന്നില്ലേ, ഞാൻ വളർത്തുമായിരുന്നല്ലോ ആ പൊന്നു മോളെ. അവളായിരിക്കും അല്ലെങ്കിൽ അവനായിരിക്കും ഏറ്റവും അധികം. അത് മനസ്സിലായില്ലേ? ഈ പകൽമാന്യന്മാരെ കൊണ്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ് നമ്മളെല്ലാവരും. അപ്പൊ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് വലിയ ആണത്തര സംഭവം. നമുക്ക് ഒത്തുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ മക്കൾക്കെങ്കിലും സമാധാനവും. ഒരു എപ്പോഴും എന്താന്ന് വെച്ചാൽ നമ്മളൊരു പിക്ചർ പെർഫെക്റ്റ് ആവാനാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഇപ്പൊ പുറത്തേക്ക് പോകുമ്പോഴോ ഫംഗ്ഷന് പോകുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഗ്യാതറിങ്സിന് പോകുമ്പോൾ, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു പാർട്ടി എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഞാനും മക്കളും മാത്രമുള്ള ഫോട്ടോ കാണുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അയ്യോ ഹസ്ബൻഡ് എവിടെ, ഹസ്ബൻഡിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ. ചിലപ്പോൾ ആൾക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരിക്കും, ചിലപ്പോൾ ആൾക്ക് വരാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. അതൊക്കെ നൺ ഓഫ് ദെയർ ബിസിനസ് അല്ലെ? അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ എന്താ പറയാ, അപ്പനും അമ്മയും മക്കളും മാത്രമേ ഇരുന്നാലോ ആ പിക്ചർ പെർഫെക്റ്റ് ആവുള്ളൂ എന്ന് വിചാരിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാവുന്നത്. ഒത്തുചേർന്ന് പോകാൻ പറ്റില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സെപ്പറേറ്റഡ് ആവുക. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഈ മക്കൾക്ക് ഒരു സമാധാനപരമായ ജീവിതം ജീവിക്കാൻ പറ്റും. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റ് ഒത്തുചേരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു മക്കൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം പിന്നെ ആ കുട്ടികളുടെ കാര്യം ആലോചിക്കുക, അവരെന്ത് തെറ്റ് ചെയ്തു? ഈ രണ്ടലവലാദികൾ 24 മണിക്കൂറും ജയ 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 ഹേ സിനിമയിലത്തെ പോലെ ബേസിൽ ജോസഫും മറ്റേ പെണ്ണിന്റെ പേര് അവർ രണ്ടുപേരും കൂടി തല്ലുകൂട പോലെ 24 മണിക്കൂർ തല്ലുകൂടാ. ഇവരുടെ ചീത്തയും തെറിയും പാത്രങ്ങൾ എറിയണതും ഒക്കെ കണ്ടിട്ട് ഈ രണ്ട് മക്കൾ അവിടെ വളരുക. അപ്പൊ ആ മക്കൾക്ക് ഉണ്ടാവുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ആ ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് വരുമ്പോ ഈ ലോകത്തിലേക്കും വേണ്ട ഏറ്റവും മോശപ്പെട്ട ആൾക്കാരായിട്ട് പിന്നെ അവർ വളരാം. അപ്പൊ അങ്ങനത്തെ ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് കണ്ട് വളർന്നു വരുന്ന കുട്ടികൾ അവര് ചിലപ്പം 2 രീതിയിലാവാം. ഒന്നില്ലെങ്കിൽ അവരാണെങ്കിൽ ഈ ഒരു സെയിം പാത്തിൽ പോകും. കാരണം അച്ഛനും അമ്മേനും ഇങ്ങനെ കണ്ടു വളരുന്നോണ്ട് അവര് ഈ ഒരു പാത തന്നെ ആയിരിക്കും അവരുടെ ലൈഫിലോ. ചില കുട്ടികൾ ഇപ്പം അത് കണ്ടു വളർന്നോണ്ട് തന്നെ ചിലപ്പോ അങ്ങനത്തെ ഒരു പാതയിൽ പോവാൻ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഈ പറയുന്ന രണ്ടാമത്തെ കാറ്റഗറി ഉണ്ടല്ലോ, അത് വളരെ പെർസെന്റേജ് ഉണ്ടാവുള്ളൂ. അധികം ആളുകളും ഒരു 98% ആളുകളും ഇത് തന്നെയായിരിക്കും. അതായത് അവർക്കൊരു തരം എല്ലാത്തിനോട് ഒരു വെറുപ്പും വിദ്വേഷമായിരിക്കും. എനിക്ക് കിട്ടാത്തൊന്നും വേറെ ആർക്കും കിട്ടണ്ടെന്നുള്ള ഒരു സംഭവമായിരിക്കും. പിന്നെ വളരെ ഒരു 2% ആളുകൾ മാത്രം ഈ പറയുന്ന ഭയങ്കര ഉള്ളിൽ നിന്നുള്ള ഒരു ഇന്നർ ഇൻസൈറ്റ് കൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളാണ് എന്നെ പോലെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആണ്. കാരണം ഞാനൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയ ആളാണ് ഞാൻ, ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് ഒഴുക്കിനെതിരെ നീന്താന്ന് പറയുന്നത് ഭയങ്കര ത്രില്ല. കാരണം ഒരു പ്രശ്നം എന്റെ മോളൊക്കെ എന്നോട് പറയും, കാലത്തും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ എന്റെ അമ്മ പ്രശ്നം ഉരുട്ടിയിട്ട് തിന്നണേന്ന് തോന്നുന്നുണ്ട്. എനിക്ക് പ്രശ്നം വരുമ്പോ ഭയങ്കര കാലത്ത് ഉറങ്ങിയിട്ട് ഇനിയിപ്പോ ഒരു പ്രശ്നം ഇല്ലെങ്കിലേ ആരുടെങ്കിലും മെക്കെട്ട് കണ്ടിട്ട് ഞാൻ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ, ഒരു മനസ്സുഖം ആ സംഭവമാണ്. അത് എല്ലാവർക്കും പറ്റണം എന്നില്ല. കാരണം ഞാൻ തമാശ പട്ടിൽ പറഞ്ഞാണ്. പക്ഷെ ആ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അതിനെ ഓവർകം ചെയ്യാം എന്ന് മാത്രമല്ല ഞാൻ ആലോചിക്കാം, അതിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി കിട്ടാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന അതിനൊരു സ്പെഷ്യൽ തോട്ടാണ് എന്റെ. അതായത് ഒരു പ്രശ്നം സാധാരണ ആളുകൾക്ക് 2 രീതിയിൽ ചിന്തിക്കാം. ഒരു പ്രശ്നം വരുമ്പോ ഒന്നില്ലെങ്കിൽ ഇരുന്ന് കരയാം, അതല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യാം. ഇത് രണ്ടും അല്ലേ? ഇതല്ലാതെ പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യുകയും മറ്റുള്ള ആളുകൾക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റുകയും ചെയ്യുക എന്ന് പറയുന്നത് സംതിങ് ഗ്രേറ്റ് ആണ്. അത് എല്ലാവർക്കും പറ്റണം എന്നില്ല.